ഹലോ, ഷാനൂസ് കിച്ചൺ വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല പഞ്ഞി പോലെയുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ അരിയൊന്നും കുതിർത്ത് അരയ്ക്കാണ്ട് ഈസി ആയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പഞ്ഞി പോലത്തെ അപ്പമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 2 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു കപ്പിന് 2 കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് റവയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് മാവാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഗോതമ്പ് മാവിന് പകരമായിട്ട് മൈദ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. ഇനി ഇതിലേക്ക് റവ എടുത്ത ആ ഒരു പാത്രത്തിൽ തന്നെ നമുക്ക് 2 പാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യം ഒരു പാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈസ്റ്റും ഉപ്പും എല്ലാം കൂടി നല്ലതുപോലെ എല്ലാ വശത്തേക്കും ആവുന്ന വിധത്തിൽ ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് ഇതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഒരു പാത്രം വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പം മാവ് ഇവിടെ അരച്ചെടുത്തൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. തരിയൊന്നും കൂടാതെ തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം. മാറ്റി വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും, ഒന്ന് പെർമനൻ്റായി കിട്ടും. എന്നിട്ട് നമുക്ക് ഓരോ തവി ദോശമാവ് ഒഴിച്ച് കൊടുത്തിട്ട് പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് കണ്ടില്ലേ നല്ല ഹോളൊക്കെ വന്നിട്ട് നല്ലതുപോലെ മാവ് നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഓരോ തുള്ളി ഓയിലും കൂടി ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒരു സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൽ നിന്ന് എടുത്ത് മാറ്റാം. ബാക്കിയുള്ള മാവ് നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ രാവിലെ നമുക്ക് അരിയൊക്കെ വെള്ളത്തിലിടാൻ മറക്കുന്ന സമയത്ത് നമുക്കിതുപോലെ റവയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ദോശയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലൊരു അപ്പമാണ്. ചമ്മന്തിയുടെ കൂടെ, ചട്നിയുടെ കൂടെയൊക്കെ, എന്ത് കറിയുടെ കൂടെയും നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ആ ഒരു സമയം മാത്രം മതി, ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നത്. അതുവരേക്കും താങ്ക് യു.